സാർ, ഞാൻ എപ്പോഴും ഈ ഓഫീസിൽ തന്നെ ഉണ്ടാവണമെന്നല്ലേ സാർ ആഗ്രഹിക്കുന്നത്? യെസ്. എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് സാധിച്ചു തരുമോ? താൻ പറയടോ. സാർ, ഇവിടെ എനിക്കൊരു ക്യാൻറ്റീൻ തുടങ്ങി തന്നാ മതി. ഞാനത് നന്നായിട്ട് നടത്തിക്കോളാം. അപ്പോ ഞാൻ എപ്പോഴും ഓഫീസിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്റെ കഴിവിനനുസരിച്ച് അതാ സാർ നല്ലത്. നന്ദിനി, താൻ ഇത്രയും പാവായി പോയല്ലോ. കൂടുതൽ പാവായതുകൊണ്ടാ തന്നോട് ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്. സാർ. നന്ദിനി, ഒരു കാര്യം ഞാൻ പറയാം. താനേ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും അമ്മയും തമ്മിലുള്ള വൈരാഗ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് എത്രയോ നാളെ മുമ്പേ അത് ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വലുതായാലും കമ്പനി കാര്യങ്ങളിൽ ഞാനത് കാണിച്ചിട്ടില്ല. കമ്പനിയിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് അമ്മയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോ തനിക്ക് ചോദിക്കാം, തന്നെ ഞാനിപ്പോ ഈ പോസ്റ്റിൽ വെച്ചിരിക്കുന്നത് അമ്മയെ വെറുപ്പിക്കാനല്ലെന്ന്. തീർച്ചയായിട്ടും അല്ല. ഈ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് ചെയ്യില്ലായിരുന്നു. എനിക്ക് എന്ത് യോഗ്യതയാ സർ? തനിക്ക് തന്റെ കഴിവുകൾ ശരിക്കും അറിഞ്ഞുകൂടാ. എത്രയോ വലിയ ടെൻഷൻസ് ഒരു ചെറിയ ചിരി മാത്രം ചുണ്ടിലൊതുക്കി താൻ മറികടക്കുന്നുണ്ട്. എത്രയോ വൈരാഗ്യമുള്ള ആളുകളോട് നല്ല രീതിയിൽ സംസാരിച്ച് അതില്ലാതാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി ഈ ചെയറിലിരിക്കാൻ വേണ്ട ഒന്നുണ്ട്: ക്രൈസിസ് മാനേജ്മെന്റ്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം രൂപപ്പെടുമ്പോൾ അത് തരണം ചെയ്യാനുള്ള മികവ് അത് തന്നോളം മറ്റൊരാളിൽ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് പത്മ മേഡത്തോടുള്ള എൻ്റെ വൈരാഗ്യമല്ല, തന്റെ കഴിവ് തന്നെയാണ് തന്നെ ഈ സീറ്റിൽ ഇരുത്തിയതിന്റെ അടിസ്ഥാനം. സാറിന് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നന്ദിനിയും എന്റെ അളിയൻ വിജയകുമാറിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? അങ്ങനെ ചോദിച്ചാ ഒരു കാര്യം ചെയ്യാം. അളിയനെ പ്രാപ്തി ഉണ്ടെന്ന് താൻ കരുതുന്നുണ്ടോ? എടോ, ആരെ ആശ്രയിക്കാതെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ആ മനുഷ്യനുണ്ടോ? പക്ഷേ അയാൾ ഈ കമ്പനിയുടെ പ്രൊജക്ട് മാനേജറാ. കഴിവില്ലാത്തവൻ സീറ്റിലിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. എന്തായാലും എന്റെ അളിയൻ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഭംഗിയായിട്ട് തന്നെ തനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ലേ? അതിപ്പോ ഏത് തരത്തിലുള്ള കാര്യമായാലും. എടോ, താൻ അവിടെ ഇരുന്നേ. ഇരിക്കടോ, ഇരിക്കും. ഞാനേ തന്റെ കൂടെ തന്നെയുണ്ട്. ഈ സീറ്റിൽ താനിരുന്നാലും തന്റെ പുറകിലുള്ള ശക്തി ഞാൻ തന്നെയാ. പിന്നെ തന്റെ താന്നൂരമ്മയും. നന്ദിനി, തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം, വളർച്ച വേണം. ഓരോരുത്തരും നിന്റെ മുഖത്ത് നോക്കി വേലക്കാരി എന്ന് വിളിച്ചവർ നാളെ തന്റെ കഴിവുകൾ കണ്ട് നന്ദിനി എന്ന് പേരെടുത്ത് വിളിക്കണം. മിസ്സിസ് നന്ദിനി സൂര്യ, CEO ഓഫ് പത്മ ഇൻഡസ്ട്രീസ്. ഒട്ടും വൈകാതെ അത് ആളുകളുടെ മനസ്സിൽ ഈ ഇരിക്കുന്ന ബോർഡ് പോലെ കൊത്തിവെക്കപ്പെടും. അതാണ് എന്റെ ലക്ഷ്യം. അത് ഞാൻ നടത്തും. സ്ത്രീകൾ പുരുഷന്മാരുടെ നിഴലായിട്ട് നടക്കുന്നത് പണ്ടാ. ഇന്ന് പുരുഷന്മാരെക്കാൾ ഒരു ചുവട് മുന്നിലാണ് സ്ത്രീ. ഐ വിൽ പ്രൂവ് ദാറ്റ്. ഇത്രയും നേരമായിട്ടും പ്രണയ ജോഡികൾ തിരിച്ചെത്തിയില്ലല്ലോ. ഓഫീസാകെ കുഴച്ചു മറിക്കിയായിരിക്കും. വിജയ്, ഓഫീസിൽ നിന്ന് വിളിക്ക്. എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്നറിയാലോ. ആന്റി, വിളിക്കട്ടെ? അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അത് കേട്ടു കഴിഞ്ഞാലേ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല.
ഡാഡിയാ. ഹലോ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി വലിയ ധാരണയുണ്ടോ നിങ്ങൾക്ക്? നോ, ഐ കാണ്ട് അലോ ദാറ്റ്. അച്ഛനും മോനും കൂടി എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ എനിക്ക് മുമ്പേ അറിയായിരുന്നു. അല്ലാതെ നിങ്ങള് ഇപ്പൊ കേട്ട വാർത്തയൊന്നും അല്ല. എനിക്ക് കേക്കണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ പത്മയ്ക്ക് ഇഷ്ടമുള്ളത് പത്മ ചെയ്യും. അതിനുശേഷം കണക്ക് ചോദിക്കാൻ വേണ്ടി മാത്രം എന്റെ മുമ്പിലേക്ക് വന്നു പോരും നിങ്ങള്. പറഞ്ഞ കേട്ടല്ലോ. എന്താ മമ്മി? അച്ഛനും മോനും അവളും കൂടി ചേർന്ന് നടത്തിയ നാടകം ഇത്. അക്കാര്യത്തിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഇത്ര നേരം നീ എന്നോട് പറഞ്ഞില്ലേ ഡാഡിയെ വിളിക്ക്, ഡാഡിയെ വിളിക്കുന്നു. എല്ലാം വിലക്കാൻ പറയുന്നൊക്കെ. ഒരു പ്രയോജനവും ഇല്ല. എന്താ അങ്ങേര് എന്നോട് പറഞ്ഞെന്നറിയോ? പുതിയ സിഇഒ ആയിട്ട് ചാർജ് എടുത്ത നന്ദിനിക്കും ഓൾറെഡി ആശംസകൾ അറിയിച്ചു കഴിഞ്ഞു എന്ന്. എന്താ ആന്റി, എന്താ ഈ കേക്കുന്നേ? അങ്കിൾ ഇത്ര ബോധമില്ലാത്ത ആളാണോ? മമ്മി, ഒരു കാര്യം ഉറപ്പാ. ഡാഡി അങ്ങനെ ഒരു കാര്യം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഡാഡി അറിഞ്ഞിട്ടുണ്ട്. അതായത് ഡാഡി തിരിച്ചു വരുന്നത് നമ്മളോടൊക്കെ പകരം ചോദിക്കാൻ തന്നെയായിരിക്കും. അളിയനെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാ അങ്കിളിന്റെ വരവ്. വരട്ടെ. തീരുമാനിച്ചുറപ്പിച്ചതൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി എല്ലാരും ഇങ്ങോട്ട് വരട്ടെ. ഇത്രയും കാലം എല്ലാം വെട്ടിമുറിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇനി അങ്ങനെ ആവില്ല. വെട്ടിമുറിക്കേണ്ടത് ഞാൻ വെട്ടിമുറിച്ചിരിക്കും. ശരി, ഞാനിപ്പോ വരാം. വിജയ്, അത്യാവശ്യമായിട്ട് ഓഫീസിൽ തിരിച്ചു പോണം. വാ എന്റെ കൂടെ വാ. അല്ല, എന്താ ആന്റി? കൂടെ വരാൻ പറഞ്ഞ കൂടെ വാ. അല്ലാതെ ഇങ്ങനെ എന്തിനാ ചോദിക്കാൻ നിൽക്കുന്നേ? വാ അങ്ങോട്ട്. മമ്മി, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പോ. ഓഫീസിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. അത് എനിക്കെതിരെ. അത് ഞാൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വാ.